നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാടൻ ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹായ്, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ഇതിനായി ഏകദേശം 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിൽ ചേർക്കാനായി ഒരു പിടി ചെറിയുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇതെല്ലാം കൂടി ചതച്ചെടുക്കാം. എന്നിട്ട് ഇത് ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 ടീസ്പൂൺ വരെ ആവാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൈകൊണ്ട് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വെന്തുകൊള്ളും. ഇനി ഇത് അടച്ച് അരമണിക്കൂർ സമയത്തിന് മാറ്റി വെക്കാം. പിന്നെ ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അരമണിക്കൂറിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. 2-3 വിസിൽ വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലൂടെ ഇട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ബീഫ് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, ഇത് വറ്റിച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങയും കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി മൂക്കൊന്നും വേണ്ട, ചെറുതായി ഒന്ന് കളർ മാറി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചതച്ചതും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുത്ത് ബീഫ് കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക്